أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട്? സുഖമാണോ? സന്തോഷമാണോ? ചായ കുടിച്ചോ? അൽഹംദുലില്ലാ. നല്ല റാഹത്തായിട്ടല്ലേ ക്ലാസ്സിൽ വരുന്നത്? ഇരിക്കണതൊക്കെ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു നമ്മെ നല്ല മക്കളാക്കട്ടെ. നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും ഉസ്താദുമാർക്കൊക്കെ ഇഷ്ടപ്പെട്ട സോലിഹത്തായ കുട്ടികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. നമ്മൾ ഇന്നലെ ഒരു അക്ഷരം പഠിച്ചു. ആ അക്ഷരം ബോർഡിലുണ്ട്, കാണുന്നുണ്ടോ? എന്താ അക്ഷരത്തിൻ്റെ പേര്? അ. ഒന്ന് പറഞ്ഞ്. അ അല്ലേ? കണ്ടോ? അലിഫ് ഫത്ഹ്. രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ അ എന്ന് വായിക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ എന്ത് ചെയ്തിരുന്നു? ഇങ്ങനെ ഒന്നിട്ടിരുന്നു. ഇപ്പം എന്ത് വായിക്കും? അദബുൻ. എന്താ വായിക്കുക? അദബുൻ. ഉഷാറായിട്ട് വായിച്ചേ. അ ദ ബുൻ. നമ്മളൊരു പാട്ട് പാടിയിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? ആ കണ്ടു ഞാൻ അദബുൻ, കണ്ടു ഞാൻ അതബുള്ള കുഞ്ഞായി വളർന്നിടും ഞാൻ. പാടിക്കേ. ആ കണ്ടു ഞാൻ അതബുൻ, കണ്ടു ഞാൻ അതബുള്ള കുഞ്ഞായി വളർന്നിടും ഞാൻ. എല്ലാവർക്കും പാടിക്കൊടുത്തോ? അപ്പം നമ്മളതിൽ ആ കണ്ടു, അതബുൻ കണ്ടു, ആ ദ ബുൻ. ഇങ്ങനെ വായിക്കുക. അദബുൻ. നല്ല ശബ്ദത്തിൽ വായിച്ചേ. അദബുൻ. ഈ ഉസ്താദ് ഇവിടെ വേറെ രണ്ട് വാക്ക് എഴുതാട്ടോ, ചെറുതായിട്ട് എഴുതാണ്. ഉസ്താദ് വായിച്ചു തരാം, നിങ്ങൾ വായിക്കണ്ട. മറ എന്ന വായിക്കുക. എന്താ വായിക്കുക? നിങ്ങൾ വായിച്ചോളുന്നില്ല. മറ. ഇത് മറ എന്നാണ്. ഇനി ഇയാളിങ്ങോട്ട് ചേർത്തിട്ട് എങ്ങനെയാണ് വായിക്കപ്പോൾ? ഇതെന്താ വായിക്കുക? അ മ റ. അപ്പോൾ അമറ. ഇതോ അദബുൻ. ഇതോ അമറ. അദബുൻ അമറ. ഉസ്താദ് വേറൊരു വാക്ക് എഴുതട്ടോ, നിങ്ങൾ വായിച്ചാൽ മതി. ഈ. എന്താ വായിക്കുക? ഈ. ഇപ്പം ഇതെങ്ങനെ കൂട്ടി വായിക്കുക? അൽ. അൽ. ശബ്ദമില്ലല്ലോ റബ്ബേ. അൽ.
ഒന്നുകൂടെ. അൽ. ഒന്നുകൂടെ. അൽ. ഒന്നുകൂടെ ഉഷാറായിട്ട്. അൽ. സൗണ്ടില്ല. അൽ. അപ്പോൾ ആ ദ ബുൻ. അദബുൻ. അമറ. അൽ. ഇനി വേറൊരു അക്ഷരം എഴുതാൻ പോകട്ടോ. അപ്പോൾ ഔ. എന്താ വായിക്കുക? ഔ. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പഠിക്കും. ഇപ്പം ഏത് അക്ഷരം നമ്മൾ പഠിക്കണ്ടേ? ഈ അക്ഷരം. ഇതാരാ? ഓ. ആരാണ്? ആ. ഇയാൾക്ക് എന്താ പേര് പറയാ അറിയോ? ഇയാളെ കൂട്ടണ്ട, ഇയാൾക്കൊരു പേരുണ്ട്. എന്താ അറിയോ? അലിഫ്. എന്താ പറയാ? അലിഫ്. ഇതാ ഇയാൾക്ക് ശരിക്കും ശ്രദ്ധിച്ചോളിട്ടോ. ഇയാൾക്ക് അലിഫ്. എന്ത് പറയും? അലിഫ്. ഒന്നുകൂടെ നോക്കിക്കോ. ഇതാ അലിഫ്. ഇയാളുടെ മേലെ ഒരാൾ ഇങ്ങനെ കിടക്കണ കണ്ടോ? ഇയാൾക്കൊരു പേരുണ്ട്. ഇതാ വരാന്നല്ലോ പറയാ. അലിഫിന്റെ മേലെ വരാന്നല്ലോ പറയാ. അലിഫിന്റെ മേലെ കാണുന്നുണ്ടോ? ഫത്ഹ്. എന്താ പറയാ? ഫത്ഹ്. ഷറായിട്ട് പറഞ്ഞു. അലിഫിന് ഫത്ഹ് ഇട്ടു. എന്തിട്ടു? അലിഫിന് കാണുന്നുണ്ടല്ലോ, ഇതാണ് അലിഫ്. ഈ അലിഫിന് ഫത്ഹ് ഇട്ടു. അപ്പൊ നമ്മൾ എന്തു വായിക്കും? ആ. എന്താ വായിക്കുക? ഉഷാറായിട്ട് വായിക്കും. എന്താ വായിക്കുക? ആ എന്ന് വായിക്കും. നല്ല ശബ്ദത്തിൽ. സൗണ്ട് ഇല്ലട്ടോ. എന്താ വായിക്കുക? ആ. നല്ല ശബ്ദത്തിൽ വായിച്ചേ. ആ. അൽഹംദുലില്ലാ. അപ്പൊ ഇങ്ങനെ ആ ദ ബുൻ. അദബുൻ. അദബുൻ. കണ്ടോ? ഇതെന്താ വായിക്കുന്നേ? ആ. നല്ല ഉഷാറായിട്ട് പറയും. ആ. ഇങ്ങനെ ശ്രദ്ധിച്ചു കേട്ടോ. ഉസ്താദ് ഈ ആയുടെ കൂടെ കുറേ വാക്കുകൾ ഇങ്ങനെ എഴുതാണ്. അപ്പം നിങ്ങളിങ്ങനെ എന്ത് ചെയ്യണം? അത് കൂട്ടി ഇങ്ങനെ വായിക്കണം. ഞാൻ കൂടും, നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി? ഈ അക്ഷരം വായിച്ചാൽ മതി. ബാക്കിയൊക്കെ ഉസ്താദ് വായിച്ചോളൂ. ഇതാ മാ റാ. അമറ. അമറ. ദ ബുൻ. അദബുൻ. അമറ. നിങ്ങൾ വായിക്ക്. അമറ. അദബുൻ. വായിച്ചേ. ആ മറ. അമറ. അദബുൻ. ഇനി വേറെ കേട്ടോ. ലു വ. അലുവ. അലുവ. ഷറല്ലേ? ഇനി വേറൊന്ന്. അസമ. ആ സ മ. ഇനി വേറൊന്ന്. അബദ്വൻ. അബദ്വൻ. പുസ്തകം വായിക്കാൻ നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഈ അക്ഷരമാണ് നന്നായി ശ്രദ്ധിക്കേണ്ടത്. അമറ. അദബുൻ. അലുവ. അസമ. അബദ്വൻ.
അമറ. എങ്ങനെ അമറ എഴുതിയേ? ഉസ്താദ് ഇത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. മുമ്പിൽ എന്തുണ്ട്? ആയുണ്ട്. പിന്നെ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഉസ്താദ് ആ എഴുതുന്നത് നന്നായി ശ്രദ്ധിക്കുക. എവിടുന്നാ തുടങ്ങാൻ അറിയോ? ഇവിടെ നിന്നാ തുടങ്ങണേ. എനിക്ക് വീട്ടിൽ വണ്ടി ഉണ്ടോ? കാറൊക്കെ ഉണ്ടോ? കാറുണ്ടോ? നമുക്ക് കാറിങ്ങനെ കൊണ്ടുപോകാട്ടോ. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. കാർ ഉസ്താദ് എവിടെ വെക്കണേ? അലിഫ് എഴുതുന്നത് എവിടെയാ നോക്കണം. കണ്ടോ? ഫസ്റ്റ് ഇവിടെ നിന്നാ തുടങ്ങുക. എന്നിട്ട് കണ്ടോ വണ്ടി പോകണേ? നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കണം. വണ്ടി പോകുമ്പോൾ ശബ്ദം ഉണ്ടാവൂലേ? എന്താ ശബ്ദം ഉണ്ടാവുക? നിങ്ങൾ പറഞ്ഞേ. കാറ് പോകുന്ന ശബ്ദത്തിൽ പറയും കേട്ടോ. എവിടുന്നാ തുടങ്ങണേ ഉസ്താദ്? ഇവിടെ നിന്നല്ല പോണേ കേട്ടോ. എവിടുന്നാ പോണേ? ഉസ്താദ് എന്താ എഴുതാൻ പോണേ? ആ എന്ന് എഴുതാൻ പോവാണ്. അതിനാദ്യം എഴുതേണ്ടത് അലിഫ് ആണ്. എന്താ എഴുതണ്ടേ? അലിഫ്. എന്താ എഴുതണ്ടേ? അലിഫ് എന്നാണ് എഴുതേണ്ടത്. കാണുന്നുണ്ടോ? ഇതെന്താ പറയാ? അലിഫ്. ഉഷാറായിട്ട് പറഞ്ഞേ. അലിഫ്. ഒന്നും കൂടെ ഉഷാറായിട്ട്. അലിഫ്. ഇതിൻ്റെ മുകളിൽ ഇയാളെ ഇടും. ഇയാളുടെ പേരെന്താ? ഫത്ഹ് എന്ന് പറഞ്ഞേ. ഫത്ഹ്. അലിഫ് ഫത്ഹ്. അലിഫ് ഫത്ഹ്. അപ്പം അലിഫിന് ഫത്ഹ് ഇട്ടാൽ എന്ത് വായിക്കും? ആ. എന്ത് വായിക്കും? ആ എന്ന് വായിക്കും. അപ്പം എവിടുന്നാ എഴുത്ത് തുടങ്ങാൻ അറിയോ? ഇവിടുന്നാ തുടങ്ങുക. ഇവിടുന്ന് നമ്മൾ തുടങ്ങണ്ട. എപ്പോഴും എഴുതുമ്പോൾ ഇവിടുന്ന് തുടങ്ങണം. ഇവിടുന്ന്. നിങ്ങളുടെ വിരലൊന്നും ഇങ്ങനെ പിടിച്ചോ. ഇനി ബോർഡിലേക്ക് തന്നെ നോക്കിയേ. ഇവിടെ വെച്ചിട്ട് താഴോട്ട് ഇങ്ങനെ എഴുതിക്കേ. തൊടാണ്ട് ഇങ്ങനെ എഴുതിക്കേ. അലിഫ്. ഒന്ന് ഷാറായിട്ട് പറയും ചെയ്യും. അലിഫ്. ഒന്നുകൂടെ. അലിഫ്. ഇനി മേലെ ഫത്ഹ്. അപ്പോൾ അലിഫിന് ഫത്ഹ് ഇട്ടാ എന്ത് വായിക്കും? ആ. അലിഫിന് ഫത്ഹ് ഇട്ടാൽ ആ. ഒന്നുകൂടെ ഉഷാറായിട്ട്. അലിഫിന് ഫത്ഹ് ഇട്ടാൽ എന്ത് വായിക്കും? ആ എന്ന് വായിക്കും. എന്നാൽ കാറ് കണ്ടിട്ടാ കാർ എടുത്തു. ഇനി കാർ എവിടേക്കാ പോകുന്നേ? ഇവിടെ നിന്ന് തുടങ്ങാണ്. എങ്ങോട്ടാ പോകണ്ടേ? താഴോട്ട് വരണം. നിങ്ങൾ എഴുതുമ്പോഴൊക്കെ അങ്ങനെ തന്നെ എഴുതാവൂ. അതിനാ ഉസ്താദ് കാണിച്ചു തരുന്നേ. കാണുന്നുണ്ടോ? നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കണ്ട. വണ്ടി പോകുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കണേ. ഇതാ പോണ്. ശബ്ദം ഉണ്ടാക്കൂലേ? ആ അപ്പോൾ ഉണ്ടാവും. അലിഫ്. ഒന്നുകൂടെ വണ്ടി വരെ അല്ലേ? ഇതെവിടുന്ന് അലിഫ്. വണ്ടി പോകുന്ന വെച്ചണ്ടേ? എന്നാൽ സൗണ്ട് ഉണ്ടാക്കിക്കോ. ഇതാ പോണേ. റെഡി? 1 2 3 സ്റ്റാർട്ട്. അലിഫ്. ഇനി എവിടുന്നാ? അവിടുന്ന് ഇങ്ങോട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ടല്ല കേട്ടോ. നീ വണ്ടി വരെ ഇവിടുന്ന് അങ്ങോട്ടല്ല. ഇവിടുന്ന് മേലേക്കാ പോകുന്നല്ലേ? ഇതാ ആ. അപ്പോൾ അലിഫിന് ഫത്ഹ ഇട്ടപ്പോൾ എന്ത് വായിച്ചു? ആ എന്ന് വായിച്ചു. ഒന്നും കൂടെ നോക്കിക്കോ. ഇതാ അലിഫ് ഫത്ഹ്. അലിഫ് ഫത്ഹ്. ഇങ്ങനത്തെ വണ്ടിയൊക്കെ അല്ലേ? ആ. ഇനി വേറൊരു വണ്ടി കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വണ്ടിയുണ്ട്. കണ്ടോളി. ഭംഗിയില്ലേ? ആ. ശരിക്കും ശ്രദ്ധിച്ചോളി കേട്ടോ. വണ്ടി വെക്കാണേ. കാണുന്നുണ്ടോ? ഇതെവിടുന്ന് അലിഫ്. ഒന്നുകൂടെ. അലിഫ്. പിന്നെ എവിടുന്നാ? ഇതെവിടുന്ന് ഫത്ഹ്. ഇപ്പം എന്താ വായിക്കുക?
എന്താ വായിക്കുക? എന്താ വായിക്കുക? ആ ഒന്ന് വായിച്ചേ. ആ വണ്ടി വേണോ? നിങ്ങൾ നല്ല കുട്ടികളായി പഠിച്ചാൽ ഇൻഷാ അല്ലാ നിങ്ങളുടെ ഉപ്പ സൂപ്പറായ വണ്ടിയൊക്കെ വാങ്ങിത്തരും അല്ലേ? ഇൻഷാ അല്ലാ. ഇന്നുകൂടെ നോക്കിക്കട്ടാ, എവിടുന്നാ തുടങ്ങണ ദിവസം നോക്കണ്ട. ഇതാ അലിഫ് ഫത്ത്. എന്താ കൂട്ടി വായിക്കുക? ആ ഉഷാറായിട്ട്. ആ ഒന്നുകൂടി ഉഷാറായിട്ട്. ആ അപ്പൊ ഇതെന്താ വായിക്കുക? ആ എവിടുന്ന തുടങ്ങുക എഴുതുമ്പോ? ഇത് ഇവിടുന്ന് അലിഫ് ഫത്തഹ്. അപ്പൊ എന്ത് വായിക്കും? ആ എന്ന് വായിക്കും. ഇതാ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങാം. അലിഫ് ഫത്ത്. ഇപ്പൊ എന്താ വായിക്കുക? ആ. ഇങ്ങനെ കൂട്ടി വായിച്ചേ. അമറ അദബൻ. ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ വായിച്ചാൽ മതി. ഞാനിങ്ങനെ വെക്കുമ്പോൾ ഇത് നിങ്ങൾ വായിക്കണം. ഇതാ വായിക്ക്. ആ അമറ വായിച്ചോ? ആ ദ ബൻ അദബൻ. അടുത്ത് ആ ലു വ അലുവ. വീണ്ടും ആ സ മ അസമ. ഇനി വീണ്ടും ആ ബ ദുൻ അബദുൻ. ഇപ്പോൾ നമ്മൾ പഠിച്ചില്ലേ? ആ കണ്ടു ഞാൻ, അദബുൻ കണ്ടു ഞാൻ, അതബുള്ള കുഞ്ഞായി വളർന്നിടും ഞാൻ. പഠിച്ചില്ലേ? ഇൻഷാ അല്ലാ ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? സ്ലേറ്റ് എടുത്തിട്ട് കള്ളി ഒന്നും വരയ്ക്കണ്ട. നിങ്ങളുടെ സ്ലേറ്റ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്നറിയാം? അതിലിങ്ങനെ എഴുതുക. എങ്ങനെ എഴുതുക? ചെറുതായിട്ട് പെൻസിലും എടുക്കുക, സ്ലേറ്റും എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? ഇതാ അലിഫ് ഫത്തഹ് ആ. 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 കണ്ടോ? ഇത് കുറേ ഇങ്ങനെ എഴുതാം. എഴുതുമ്പോൾ എന്ത് പറയണം? ഇതാരാണ്? ആരാ? അലിഫ്. ഇപ്പോഴോ ഫത്തഹ് ഇട്ടു. അപ്പോൾ ആ എന്ന് വായിക്കും. ഇതെന്താ? അലിഫ് എന്ന് പറഞ്ഞ് അലിഫ്. അപ്പം അതിന് ഫത്തഹ് ഇട്ടു. ഇപ്പം എന്ത് വായിക്കും? ആ എന്ന് വായിക്കും. ആ എന്ന് വായിക്കും. ഇപ്പോഴോ ആ ആ അലിഫ്. പറഞ്ഞേ. ആ ആ അലിഫ്. ആ ആ അലിഫ്. ഞാൻ കാണിച്ചു തരട്ടെ, നിങ്ങൾ പറയണം. ഇതാ ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്നുകൂടെ. അൽഹംദുലില്ലാ. ആ ആ അലിഫ്. ഒന്നുകൂടെ. ആ ആ അലിഫ്. ഒന്നുകൂടെ. ആ ആ അലിഫ്. അങ്ങനെ എഴുതുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ഇതാ നിങ്ങൾ വായിക്കണം. ആ ആ അലിഫ്. അൽഹംദുലില്ലാ. അപ്പം നമ്മൾ ഇന്ന്
അലിഫ് പഠിച്ചു. ഇതിനെന്താ പേര് പറഞ്ഞേ? ഫത്ഹ്. ഇതിനെന്താ പേര് പറഞ്ഞേ? അലിഫ്. അലിഫിന് ഫത്ഹ് കിട്ടാൻ എന്താ വായിക്കാന്ന് പറഞ്ഞേ? ആ എന്ന് വായിക്കുന്നു പറഞ്ഞു. ഇൻഷാ അല്ലാഹ് സ്ലൈറ്റിൽ അലിഫും ഫത്ഹും ഇങ്ങനെ ഇടുക. അലിഫിടുക, ഫത്ഹ് ഇടുക. എന്നിട്ട് എന്ത് വായിക്കണം? ആ എന്ന് വായിക്കണം. റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോൾ ഇതുപോലെ ഒരു കളർ പേന നിങ്ങൾ വാങ്ങണം. മെഴുക് അല്ലേ? വാങ്ങുമോ? നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നാൽ മതി. ഉസ്താദ് പറയുന്ന കളർ എടുത്തു തരണം. ഈ കളർ കൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ല മനോഹരമായ ചിത്രം വരയ്ക്കണം. അല്ലാഹു കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം.